പ്രതിരോധശേഷിയുള്ളതും ജനപ്രിയവുമായ ഒരു വീട്ടുചെടിയാണ് മണി പ്ലാന്റ്. ഇതിൻ്റെ സസ്യനാമം സാൻസേവേറിയ എന്നാണ്. ഈ ചെടിയെ പരിപാലിക്കാൻ വളരെ എളുപ്പമാണ്. വെള്ളം വളരെ കുറച്ച് മാത്രമേ ആവശ്യമുള്ളൂ. പരിപാലിക്കാൻ എളുപ്പവും ആകർഷകമായി തോന്നുന്നതുമാണ് ഈ ചെടികൾ വീട്ടുചെടികളായി ജനപ്രിയമായത്. വളരെ തിളക്കമുള്ള വെളിച്ചമോ വീടിൻ്റെ ഏതാണ്ട് ഇരുണ്ട ഭാഗങ്ങളോ വളരാൻ ഇവ ഇഷ്ടപ്പെടും. വീടിൻ്റെ ഉള്ളിൽ വളർത്താമെങ്കിലും ഇടയ്ക്ക് സൂര്യപ്രകാശം ഏൽപ്പിക്കുന്നത് ഈ ചെടിയുടെ വളർച്ചയെ വേഗത്തിലാക്കും. വായുവിൽ നിന്ന് ദോഷകരമായ വാതകങ്ങൾ ആഗിരണം ചെയ്ത് ഫോർമാൽഡിഹൈഡ്, ബെൻസീൻ തുടങ്ങിയ വിഷവസ്തുക്കളെ ഇല്ലാതാക്കുന്നതിനാൽ ഇത് ഒരു ഗുണം ചെയ്യുന്ന സസ്യമാണ്. അയഞ്ഞതും നല്ല നീർവാർച്ചയുള്ളതുമായ പോട്ടിംഗ് മിശ്രിതം ഈ ചെടികൾക്ക് അനുയോജ്യം. മണൽ കലർന്ന മണ്ണാണ് ഈ ചെടിക്ക് ഏറ്റവും അനുയോജ്യമായത്. വരൾച്ചയെ പ്രതിരോധിക്കുന്ന ഈ ചെടി അമിതമായി നനയ്ക്കാൻ പാടില്ല. വേരുകൾ ചെയ്യാൻ സാധ്യതയുണ്ട്. മണ്ണ് വരണ്ടതായി തോന്നുമ്പോൾ മാത്രം ചെടിക്ക് നനച്ചാൽ സ്നേക്ക് പ്ലാന്റ് പരിചരണം എളുപ്പമാണ്. മറ്റ് ഇൻഡോർ സക്കുലൻറ്റുകളെ പോലെ ഈ സസ്യവും വായുവിനെ ഫിൽറ്റർ ചെയ്യാൻ സഹായിക്കുന്നു. ഒറ്റ രാത്രി കൊണ്ട് CO2 ഓക്സിജനാക്കി മാറ്റുന്ന ചുരുക്കം ചില സസ്യങ്ങൾ ഒന്നായതിനാൽ ഈ സസ്യം സവിശേഷമാണ്. ആരോഗ്യകരമായ വായുപ്രവാഹം നിയന്ത്രിക്കാൻ ഇത് സഹായിച്ചേക്കാമെന്നതിനാൽ കിടപ്പുമുറി അലങ്കാരത്തിന് ഈ സസ്യം ഒരു മികച്ച തിരഞ്ഞെടുപ്പാണ്. ഈ സസ്യങ്ങൾക്ക് ദോഷകരമായ വിഷവസ്തുക്കളെ ഫിൽറ്റർ ചെയ്യാനും ക്യാൻസറിന് കാരണമാകുന്ന രാസവസ്തുക്കൾ ചെറിയ അളവിൽ ആഗിരണം ചെയ്യാനും കഴിയും. മണി പ്ലാന്റ് CO2, ഫോർമാൽഡിഹൈഡ്, സൈലീൻ, ബെൻസീൻ, ടൈക്ലോറോ എത്തിലീൻ, ടോലുയിൻ എന്നിവ ആഗിരണം ചെയ്യുന്നു. വിഷരാസവസ്തുക്കൾ ആഗിരണം ചെയ്യാനും ഇല്ലാതാക്കാനുമുള്ള കഴിവ് കാരണം അവ വായുവിലൂടെയുള്ള അലർജികളിൽ നിന്ന് സംരക്ഷണം നൽകുന്നു. ഓക്സിജൻ പുറത്തുവിടുകയും വായുവിലേക്ക് ഈർപ്പം നൽകുകയും ചെയ്തുകൊണ്ട് പൊടി, താരൻ തുടങ്ങിയ വായുവിലൂടെയുള്ള അലർജികളുടെ ആഘാതം കുറയ്ക്കാൻ ഈ സസ്യങ്ങൾ സഹായിക്കുന്നു.